ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. നല്ല അടിപൊളി ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക കേട്ടോ. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ചിക്കൻ മസാല പുരട്ടാനായിട്ട് ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും പൊടികളാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തൈര് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ തൈര് തീർന്നിട്ടുണ്ടായിരുന്നു. ഒരു 3 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചപ്പ്, കറിവേപ്പില ഇത് 4ഉം കൂടെ ഒന്ന് അരച്ചെടുത്തതാണ്. നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില, ഏകദേശം വളരെ കുറച്ച് ചപ്പ്, അത്രയും മതി. അത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് അതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് 1 കിലോ ചിക്കനാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് മസാല നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണേ. അപ്പോൾ ഞാൻ ചെറിയ പാത്രം എടുത്തുകൊണ്ട് തന്നെ എനിക്കിതിൽ മസാല കുഴക്കാനൊക്കെ ഒരു പ്രയാസമായിട്ട് വന്നു. പക്ഷേ എന്നാലും ഞാൻ സാവധാനം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. മസാല ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി ഒരു 3 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ചിക്കൻ എന്തായാലും ഒരു 3 മണിക്കൂർ മസാല പുരട്ടി വെക്കുക കേട്ടോ. അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിലും കൂടുതൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ പിന്നെ ഞാനൊരു 3 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറിന് ശേഷം ഞാനൊരു 10 മിനിറ്റ് മുമ്പേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിലേക്ക് വേറൊരു കോട്ടിങ് കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിന് ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 ടീസ്പൂൺ അരിപ്പൊടിയും 3 ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണേ, കാരണം നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഈ പൊടിയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടാവണം. ഞാൻ അതിന് മുമ്പ് തന്നെ ഈ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഓയിൽ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പൊടി കുഴച്ചാൽ പിന്നെ അധികം മാറ്റി വെക്കരുത് കേട്ടോ. ചിക്കൻ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ചിക്കൻ്റെ ഓരോ പീസ് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചിക്കന് അവിടെ ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു സോസ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഏകദേശം 1 ടീസ്പൂൺ ചില്ലി സോസും 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഡ്രോപ്പ് കളർ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോക്ക് വേണ്ടി മാത്രം ചെയ്താണ്. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരിക്കലും ചെയ്യേണ്ട. ഞാൻ വീഡിയോയിൽ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു ഏകദേശം ഒരു 1/4 കപ്പിലും താഴെയായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കുക കേട്ടോ. ചെറിയ ചൂടുള്ള വെള്ളമാണ്, പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഈ 2 സോസും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോഴേക്ക് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനൊരു 2-3 ബാച്ചായിട്ടായിരുന്നു കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലില്ലേ അതിൽ നിന്നും കുറച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇനിയിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചിയുടെ പൊടിയും 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല, തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പിന്നെ പൊടി ഉണ്ടായപ്പോൾ അത് ഇട്ട് കൊടുത്താണ്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അതൊന്ന് റോസ്റ്റ് ആയതിന് ശേഷം കുറച്ച് പച്ചമുളകും കൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ച സോസ് ഇല്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പച്ചമുളകിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേണം കേട്ടോ സോസ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സോസ് ഒഴിച്ച് കൊടുത്തിട്ടും കുറച്ച് സമയം ഒന്ന് തിളപ്പിക്കണേ. ആ സോസിൻ്റെ പച്ചമുളകൊന്ന് മാറി വരണം. അതിന് ശേഷം വേണം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. പിന്നെ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ തീ നന്നായിട്ട് കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. സോസല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഞാൻ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ആ സമയം കുറച്ച് ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഈ സമയം കുറച്ച് വെള്ളം എല്ലാം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ മറന്നു പോയി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. വീഡിയോ എടുക്കലും അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത്. എള്ളും കൂടെ ഇട്ട് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.